ശേഷാദ്രി നിയമനം പുകയുന്നുണ്ടോ എന്നാണ് ചോദ്യം. പി. സുനിൽ, ഇപ്പോൾ പല നിയമനങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയാണ്. പല നിയമനങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നത് ഉള്ളിൽ നിന്ന് തന്നെയാണ്. നോക്കൂ, കെ ബി പ്രദീപിൻ്റെ വിഷയം എന്ന മാധ്യമങ്ങളാണ്, റിപ്പോർട്ടറാണ് ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. ഒടുവിൽ അതിൽ യൂട്ടേൺ അടിക്കേണ്ടി വന്നു. കെ ബി പ്രദീപിൻ്റെ നിയമനം റദ്ദാക്കി, അഥവാ രാജിവെച്ച് പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ബിന്നി തോമസിൻ്റെ വിഷയത്തിലും മാധ്യമമാണ്, നമ്മൾ തന്നെയാണ് ആ വിഷയം റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ ഇത് പ്രതിപക്ഷത്തു നിന്ന് ഉയർന്നിരിക്കുന്ന ആരോപണമല്ല. കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി തന്നെ പറയുകയാണ് കടുത്ത സംഘി താല്പര്യമുണ്ടെന്ന്. ടു കോട്ട് നിയാസ്, അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ ഭരണഘടനാപരമായ ഒരു പദവിയിലേക്ക് വയ്ക്കാൻ കഴിയുമോ? അടുത്ത 5 വർഷത്തേക്ക് അദ്ദേഹത്തെ ഇനി മാറ്റാൻ പോലും കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷനിലെ അംഗം കൂടിയാണ് ഈ പറയുന്ന സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്നത്. ആ പദവിയിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ രാഷ്ട്രീയമായി കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തേണ്ടതായിരുന്നില്ലേ എന്നതാണ്. ശേഷാദ്രി പുകയുകയാണോ? തീർച്ചയായും ഇത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ പി എം നിയാസ്, അദ്ദേഹം ചെറിയ വ്യക്തിയല്ലല്ലോ. അപ്പോൾ പി എം നിയാസ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്ക് പുറത്തേക്ക് ഉയർത്തിയ വലിയ ഒരു ചോദ്യമാണിത്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്തയക്കുന്നു, പാർട്ടിയിൽ ഈ വിഷയത്തിൽ പരാതി ഉയർത്തുന്നു. ശേഷാദ്രിനാഥ് ഒരു സംഘപരിവാർക്കാരനാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് നേതാവാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കെ പി സി സി ജനറൽ സെക്രട്ടറിയായ പി എം നിയാസ് ആണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ ഒരു കാരണവശാലും ഈ പദവിയിലേക്ക് നിയമിക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. വലിയ സംശയങ്ങൾ ഈ വിഷയത്തിൽ ഉയർത്തുകയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ ആ പോസ്റ്റിൽ നിയമിച്ചത് എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് തന്നെ ഉയരുകയാണ്. കെ എം ഷാജി ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് രാജ്യം ഏറ്റവും അപകടകരമായ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളൊരാളുടെ താടി നോക്കി, ഒരാളുടെ വസ്ത്രം നോക്കി, ഒരാളുടെ മുഖം നോക്കി അദ്ദേഹത്തെ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. അങ്ങനെയല്ല ഒരാളെ വിധിക്കേണ്ടത്. ഈ ശേഷാദ്രിനാഥ് എന്ന് പറയുന്ന ആൾ ഏറ്റവും ജെന്യൂനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ, അദ്ദേഹത്തിൻ്റെ കോടതി വിധികളിൽ അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ കൂടി അറിഞ്ഞാണ് ഈ തീരുമാനമെടുത്തത്. മന്ത്രിസഭ ചർച്ച ചെയ്താണ് ഈ തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഏകപക്ഷീയമായി മുഖ്യമന്ത്രി അല്ല ഈ തീരുമാനമെടുത്തത് എന്നുകൂടി അദ്ദേഹം ആ ഒരു പങ്കുപറ്റുന്ന ഒരു നിലപാട് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ വലിയ സംശയങ്ങൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് വരികയാണ്. അരുൺ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടല്ല. നേരത്തെ കെ ബി പ്രദീപ്, ആ നിയമനം വലിയ നാണക്കേടായി കോൺഗ്രസിന്, ആ നിയമനം വലിയ നാണക്കേടായി സർക്കാരിന്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ രാജി മുഖ്യമന്ത്രിക്ക് വാങ്ങേണ്ടി വന്നു. അതല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ഏതായാലും ഈ സർക്കാർ അധികാരത്തിൽ വന്ന് എത്ര തവണയാണ് നമ്മൾ കേൾക്കുന്നത് സംഘപരിവാർ അനുകൂലികളായ വ്യക്തികളെ പല പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും നിയമിക്കുന്നു എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ ആശങ്ക ഉയരുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്കറിയാം. 2026 ഏപ്രിൽ 17 കേന്ദ്ര സർക്കാർ ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. ആ ബില്ല് എന്ന് പറയുന്നത് മണ്ഡല പുനർനിർണയത്തിനുള്ള ബില്ലായിരുന്നു. എന്തായിരുന്നു മണ്ഡല പുനർനിർണയം? രാജ്യത്താകെയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ബില്ലായിരുന്നു. അതിൻ്റെ മറവിൽ വനിതാ സംവരണ ബില്ല് എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും പ്രധാനപ്പെട്ട ലക്ഷ്യം മണ്ഡല പുനർനിർണയമായിരുന്നു. ആ പുനർനിർണയം ലോക്സഭയിൽ പാസ്സായില്ല. അത് 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയി. പക്ഷേ ആ നീക്കം കേന്ദ്ര സർക്കാർ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. അന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു വാചകമുണ്ട്, ഈ പരാജയം അവസാനത്തെ പരാജയമാണ് എന്ന് ആരും കരുതേണ്ടതില്ല, ഈ ബില്ല് ഞങ്ങൾ പാസ്സാക്കിയെടുക്കും എന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ BJPയുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കുക എന്നുള്ളത്, പാർലമെൻറ്റിൽ പാസ്സാക്കുക എന്നത്. പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ അവിടെ സംഭവിച്ചതെന്താ? തൃണമൂൽ കോൺഗ്രസിൻ്റെ 20 MP BJP പാളയത്തിലേക്ക് ചാടി. DMK ഇന്ന് ഏത് നിമിഷവും വേണമെങ്കിൽ വിഷയാധിഷ്ഠിതമായി കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകാം എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു. മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തി ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയെ ഇതാ വീണ്ടും പിളർത്തി ശിവസേന MP ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിലേക്ക് കൂറുമാറുന്നു. അവിടെ BJP പാളയത്തിലേക്ക് ശിവസേന MP മാറുന്നു. ഇനി വളരെ ചെറിയൊരു ശതമാനം MP, കുറച്ചെണ്ണം MP കൂടി BJP പാളയത്തിലേക്ക് പിന്തുണ നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ 3/2 ഭൂരിപക്ഷം അടുത്ത സമീപ
ഭാവിയിൽ തന്നെ BJP ലോക്സഭയിൽ ഉറപ്പാക്കും. 2027 ഞാൻ മനസ്സിലാക്കുന്നത് ഈ മണ്ഡല പുനർനിർണയ ബില്ല് ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷത്തോടുകൂടി BJP കേന്ദ്ര സർക്കാർ പാസ്സാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് ഒരുപക്ഷെ BJP പോകാനുള്ള സാധ്യതയുണ്ട്. അതിനു മുൻപ് ഇപ്പോൾ സെൻസസ് നടക്കാൻ പോകുന്നു. പക്ഷേ 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ 2027 28 ഈ മണ്ഡല പുനർനിർണയം കൂടി നടപ്പാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അവിടെയാണ് നമ്മൾ കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിയമനത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. നോക്കൂ, ഈ മണ്ഡല പുനർനിർണയം വരുമ്പോൾ അതിൻ്റെ ഡീലിമിറ്റേഷൻ്റെ ഒരു കമ്മീഷൻ തീരുമാനിക്കുമ്പോൾ അതിൽ 3 അംഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി, അതല്ലെങ്കിൽ ഒരു വർക്കിംഗ് സുപ്രീം കോടതി ജഡ്ജി. രണ്ടാമത്തെയാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ അതല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായിരിക്കാം. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ആ പോസ്റ്റിലേക്കാണ് ശേഷാദ്രിനാഥ് എന്ന് പറയുന്ന ആൾ വരാൻ പോകുന്നത്. അവിടെയാണ് ഈ പോസ്റ്റിൻ്റെ ഒരു ക്രിട്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ കേരളത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കാൻ തീരുമാനിക്കുന്നത് ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമല്ല, നിയമസഭാ മണ്ഡലങ്ങൾ വരും. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനവും വരാം. അപ്പോൾ സംസ്ഥാനത്തെ മണ്ഡലങ്ങൾ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ പോകുന്ന മണ്ഡല പുനർനിർണയ കമ്മീഷനിലെ ഒരു സ്ഥിര അംഗമാകാൻ പോവുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്നത്. സ്ഥിര അംഗമാണ്. അപ്പോൾ അതെങ്ങനെ പുനർനിർണ്ണയിക്കണം, എങ്ങനെയാണ് ഈ മണ്ഡലങ്ങൾ വെട്ടിമുറിക്കേണ്ടത്, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി വെട്ടിമുറിക്കണം എന്നൊക്കെ വേണമെങ്കിൽ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു പദവിയിലേക്ക് വരാൻ പോകുന്നൊരു ഉദ്യോഗസ്ഥൻ്റെ നിയമനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അവിടെയാണ് ഈ സംശയങ്ങൾ അത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയരുന്നത്. മന്ത്രിസഭയിൽ എങ്ങനെയാണ് ഈ ഒരു നിയമനം വന്നത്? മന്ത്രിസഭയിൽ അവിടുത്തെ അജണ്ടയിലില്ലാത്ത വിഷയം മന്ത്രിസഭയിലേക്ക് വരികയും അത് മന്ത്രിസഭ അംഗീകരിക്കുകയുമായിരുന്നു. ഇനി ഗവർണർ ഒപ്പുവെച്ചാൽ ഈ നിയമനം സ്ഥിരപ്പെടുകയാണ്. പിന്നീട് 5 വർഷത്തേക്ക് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയി പ്രവർത്തിക്കാൻ പോകുന്നത് ശേഷാദ്രിനാഥനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിയമനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയമായി അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ ഉയരുന്ന ചോദ്യം എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ഈ ബന്ധമൊന്നും അല്ലെങ്കിൽ BJP ബന്ധമൊന്നും ഞാൻ സ്ഥിരീകരിക്കുന്നില്ല. അത് സ്ഥിരീകരിക്കുന്നത് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആണ്. അദ്ദേഹത്തിനൊപ്പം തന്നെ കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ പല നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പോലും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നു, മന്ത്രിസഭ അറിഞ്ഞില്ല എന്ന് പറയുന്നു, മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു, UDFിലെ അംഗങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു, കോൺഗ്രസിൽ ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ തലത്തിൽ SIR അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമുയർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ SIRന് മേൽനോട്ടം വഹിച്ച കേരളത്തിലെ ഇലക്ടറൽ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചത് നേരത്തെ വിവാദമായിരുന്നു. ഖേൽക്കറുടെ കാര്യത്തിൽ അത് പിന്നെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് വെക്കാം, പക്ഷേ അത് വിവാദമായിരുന്നു. അവിടെ ആരോടും ചോദിക്കാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായ ആ തീരുമാനമെടുത്തു എന്നത് അന്ന് തന്നെ വിമർശിക്കപ്പെട്ടതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ക്രിട്ടിക്കൽ പോസ്റ്റാണ്. അതാണ് പ്രശ്നം. ഈ വരുന്ന 5 വർഷത്തേക്ക് ഈ പോസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത, ഏതെങ്കിലും വിഭാഗത്തിന് സ്വാധീനമില്ലാത്ത ഒരു സ്വതന്ത്രനായ ഭരണഘടനാപരമായും നിയമപരമായും ഒരു സുതാര്യമായി പ്രവർത്തിക്കുന്ന, ഏതെങ്കിലും തരത്തിൽ ബയാസ്ഡായി പ്രവർത്തിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിയോ അങ്ങനെയുള്ള വ്യക്തികൾ വേണം എന്നത് നിർബന്ധമാകുന്നത്. അവിടെയാണ് ഈ നിയമനം പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായും ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസ് ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. ഇവിടെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ നിയമനം നടത്തിയത്? ആർക്ക് വേണ്ടിയാണ് ഈ നിയമനം നടത്തിയത്? ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഔട്ട് ഓഫ് അജണ്ടയായി ഈ വിഷയം മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെയൊരു നിയമനം നടത്തുന്നത്? എന്തിനാണ് ഇങ്ങനെയൊരു നിർബന്ധം? അതാണ് പ്രശ്നം.
എന്തിനാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ ഇത്തരം പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരുന്നതിലുള്ള മുഖ്യമന്ത്രിയുടെ നിർബന്ധം എന്തിനാണ് എന്നതാണ് പ്രശ്നം. നേരത്തെ ദേവസ്വം വകുപ്പ് സ്പെഷ്യൽ പ്ലീഡറായി KB പ്രദീപിനെ നിയമിക്കുന്നു. അപ്പോൾ KB പ്രദീപ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി പ്രകീർത്തിക്കുന്ന ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ദ ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നാണ് മോദിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകളും അങ്ങനെയുള്ള വിശേഷണങ്ങളും ഒക്കെ തന്നെ നടത്തുന്ന KB പ്രദീപിനെ നേരെ എടുത്തുകൊണ്ടുവന്ന് ദേവസ്വം വകുപ്പിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കുകയാണ്. അറിയാലോ ഈ വിഷയം വിവാദമാകുമെന്ന്, അറിയാലോ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമെന്ന്, ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുമെന്ന് അറിയാലോ. എന്നിട്ടും എന്തുകൊണ്ട് ആ നിയമനത്തിലേക്ക് പോയി എന്നത് വലിയ സംശയമുണ്ടാക്കുന്ന ചോദ്യമാണ്. രണ്ടാമത്തെ വിഷയം, ഇപ്പോഴത്തെ ഈ നിയമനവും സ്വാഭാവികമായും ഇത് വിവാദമാകുമെന്ന് അറിയാത്ത ആളല്ലല്ലോ മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്തരം നിയമനങ്ങൾ ഉണ്ടാകുന്നത്? അത് തീർച്ചയായും ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിൻ്റെ ഒരു നേട്ടം കൊയ്യുന്നത് ആരാണ്? BJP. നോക്കൂ, BJP കേരളത്തിൽ 3 MLA-മാരെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴും ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ BJP അപ്രസക്തമാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നതായിക്കോട്ടെ, കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, കാര്യമായി എവിടെയും BJP-യെ കാണാനില്ല. അപ്പോഴാണ് ഇവിടെ സംഘപരിവാർ നിയമനങ്ങൾ, സംഘപരിവാർ അനുകൂലികളുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയരുന്നത്. ഈ വിവാദങ്ങൾ ആർക്ക് സഹായിക്കും എന്നുള്ളതാണ് ചോദ്യം. അത് BJP-ക്ക് വലിയ തോതിൽ സഹായം ചെയ്യുന്നതായിരിക്കും എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയേ തീരൂ. ആ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ്. VD സതീശൻ തന്നെയാണ്. ഇന്ന് നിയമസഭയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇന്നൊരു വാർത്താ സമ്മേളനം ഉണ്ടാകേണ്ടതായിരുന്നു. ആ വാർത്താ സമ്മേളനവും ഉണ്ടായിട്ടില്ല. അതിലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു. ഏതായാലും മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിലെ ജനങ്ങളോട് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതിനൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ മറുപടി പറയണം. അപ്പോൾ ഈ നിയമനം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിൻ്റെ കൂടി വിരുദ്ധമായ ഒരു നീക്കമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹൈക്കമാൻഡ് അടക്കം ഈ വിഷയത്തിൽ കാര്യമായ ഒരു നിരീക്ഷണം നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ സർക്കാരിൻ്റെ തുടക്കം മുതൽ പല നിയമനങ്ങളും സംശയമാണ്. പല നിയമനങ്ങളിലും വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇങ്ങനെയുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നത് എത്ര ചിന്തിച്ചിട്ടും, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകത്തില്ല. Meet the editors.